കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. അനുഗ്രഹിതമായ നല്ല വേദശകലത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 വാക്യങ്ങളിലായി 5 കാര്യങ്ങളാണ് അവിടെ പൗലോസ് കൊരിന്ത്യ സഭയെ ഓർപ്പിച്ച് ഉണർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തെറ്റ് തിരുത്തുന്നതിനും തർജ്ജനം ചെയ്യുന്നതിനുമായി ഉള്ളൊരു ലേഖനമായി ആ ലേഖനത്തെ പഠിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പ്രധാന പ്രതിവാദി വിഷയമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ 6-ന്റെ 19-20 വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നുവെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് അപ്പോസ്തലൻ സഭയെ ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഇവിടെ 5 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. 1, ഉണർന്നിരിപ്പീൻ, ബി അലേർട്ട്. 2, ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 3, ബി കറേജിയസ്, ഉണർന്നിരിപ്പീൻ, വിശ്വാസം നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ബി കറേജിയസ്. 4, ശക്തിപ്പെടുവീൻ, ബി സ്ട്രോങ്. 5, ഡു എവറിതിങ് ഇൻ ലവ്, നിങ്ങൾ ചെയ്യുന്നത് എല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് ഓർപ്പിക്കുകയാണ്. വേഗത്തിൽ അതിൻ്റെ ക്രീം എഫക്റ്റ് മാത്രം പറഞ്ഞ് വേഗത്തിൻ്റെ വാക്കുകളെ പരിപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം സമയത്തിൻ്റെ ദൗർലഭ്യം മൂലം. 13-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം 33-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അക്കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുന്ന ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഉണർന്നിരിക്കുക, ബി അലേർട്ട് എന്ന വാക്ക് അവിടെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എവിടെയൊക്കെ നാം ഉണർന്നിരിക്കണം, നാം പ്രാർത്ഥനയിൽ ഉണർവ് ഉള്ളവരായിരിക്കണം. ഞാൻ അടുത്ത ചിന്തകളിലേക്കൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. കമ്പിവാചകം പോലെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തി താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. 2, വചന ധ്യാനത്തിൽ ഉണർന്നിരിക്കണം. പ്രഭാതത്തിൽ യൗവനക്കാരോട് സംസാരിച്ചപ്പോൾ അവൾ ഓർപ്പിക്കുകയായിരുന്നു, ദൈവവചനം നിങ്ങൾ പഠിക്കുന്നവരായിരിക്കണം, അത് നിശ്ചയം പ്രാപിക്കുന്നവരായിട്ടിരിക്കണം, അതിൽ നിലനിൽക്കണം. അതിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ തികഞ്ഞവരായി തീരുവാനായിട്ടിടയായിത്തീരും. തന്മൂലം നിങ്ങൾ നിത്യതയെ പ്രാപിക്കുന്നതിന് കാരണമായി തീരുവെന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. നാം പ്രഭാതത്തിൽ പാടിയ 2 പാട്ടുകളിലും ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമല്ലോ. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. 2-മതായി നാം പാടിയത് യേശു രക്ഷിതാവൻ സ്വന്തമാകിയാൽ ഞാൻ അവൻ സന്താനം ആയി തീർന്നതാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടി ഞാൻ സന്തോഷം. കർത്തദാസൻ സങ്കീർത്തനത്തിൽ പ്രബോധിപ്പിച്ചപ്പോഴും നമുക്ക് ലഭ്യമാക്കപ്പെട്ട രക്ഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. അങ്ങനെയെങ്കിൽ മരണാധികാരിയായ പിശാചിന്റെ പിടിയിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച് നമുക്ക് നിത്യജീവൻ നമ്മെ അവകാശികളാക്കി കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നാം നിത്യജീവൻ അവകാശികളാണ് എന്നുള്ള ബോധ്യത്തിൽ എല്ലാം ഇപ്പോഴും ഉണർന്നിരിക്കുവാൻ നമുക്ക് കഴിയണം. എവിടെയൊക്കെ 1, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. 2, ദൈവവചന ധ്യാനത്തിൽ നാം ഉണർവുള്ളവരായിരിക്കണം. ദൈവവചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രാർത്ഥനയിൽ നാം ഉറ്റിരുന്നുവെങ്കിൽ മാത്രമേ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയോടെ അതിനെ നേരിടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ഉണർന്നിരിക്കുവാൻ ഇടയായി തീരണം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകുമെന്ന് ഓർപ്പിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2018 നോർത്തേൺ റഷ്യയിൽ സൂര്യൻ കുറച്ച് 40 ദിവസത്തേക്ക് അസ്തമിച്ചതായി നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2026 ആകുമ്പോഴേക്കും ദീർഘനാളത്തേക്ക് സൂര്യൻ ഉറക്കത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങൾ വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഉണരുവാൻ, പ്രാർത്ഥനയിൽ ഉത്സുകരായിരിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ
താൻ തന്നെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ 20-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേയുള്ളൂ. 3-ാം സ്വർഗത്തോളം എതിർക്കപ്പെട്ട മനുഷ്യൻ, ശൂലങ്ങളുടെ ഒരു പരമ്പര തന്നെ അനുഭവിക്കേണ്ട വന്ന മനുഷ്യൻ കർത്താവിലുള്ള ധൈര്യത്തിലും പ്രത്യാശയിലും കർത്താവിൽ ആയിത്തീരണമെന്നുള്ള ബോധ്യത്തിലുമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിങ്ങൾ അവിടെ ഓർപ്പിക്കുന്നത്, നിർഭയരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നുവെന്ന് ഓർപ്പിക്കുകയാണ്. എതിരുകൾ പലതും നമുക്ക് സഹികൾ അധികമായി വരുമ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഉണർന്നിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ഒരു കാവൽക്കാരനായിട്ടാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതിർത്തി കാക്കുന്ന കാവൽക്കാരൻ എപ്പോഴും ജാഗരൂകനായിരിക്കണം, വിജിലന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിർത്തിയെ സംരക്ഷിതമായി അവന് കാക്കുവാനായി കഴിയുകയുള്ളൂ. അതിർത്തി കാക്കുന്ന കാവൽക്കാരന് എപ്പോഴും പ്രതിരോധമുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ താൻ ചെയ്യുന്നുവെങ്കിൽ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി അവനെ ആദരിക്കുവാനായിട്ടിടയായി തീരും. ഇതിനിടയിൽ, രാജ്യം കാക്കുന്നതിനിടയിൽ അവൻ മരണപ്പെട്ടാൽ അവന് ബഹുമതികൾ നൽകി അവനെ ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ പോർക്കളത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും പോരാട്ട മേഖലയിലായിരിക്കുമ്പോൾ കർത്താവിനോട് വിശ്വസ്ത പുലർത്തുവാൻ, ആത്യന്തികമായി രാജ്യം പഠനം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ രാജ്യം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും, അവനെ വെടിവെച്ച് കൊന്നുകളയും എന്നതുപോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ബോധ്യം ഒരിക്കലും നാം മറന്നു പോകരുത്. പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായിരിക്കണം. 2, വചനധ്യാനത്തിൽ ഉണർവുള്ളവര് ആയിരിക്കണം. കാവൽക്കാരൻ എപ്പോഴും ബഹുശ്രദ്ധ ഉള്ളവനായിരിക്കണം. ഇടതടവില്ലാതെ ജോലി ചെയ്യുന്നവനായിരിക്കണം. സമയം വിളിച്ച് പറയുന്നവനായിരിക്കണം. ഇതാണ് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. കാവൽക്കാര, രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങുന്നവനായിട്ടല്ല, ഉണർന്നിരിക്കുന്നവനായി രാത്രിയെ കുറിച്ചുള്ള ബോധ്യം മറ്റുള്ളവർക്ക് നൽകുന്നവനായി തീരുവാൻ നമുക്ക് കഴിയണം. ബഹുശ്രദ്ധയുള്ളവനായിരിക്കണം. ഇടതടവില്ലാതെ ജോലി ചെയ്യുന്നവനായിരിക്കണം. 3, സമയം വിളിച്ചു പറയുന്നവനായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്, അങ്ങനെ നാം ആയിരിക്കണമെങ്കിൽ നാം ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ എന്നതിലേക്ക് പോകുവാൻ വിസ്താര ഭയത്താൽ ഞാൻ താല്പര്യപ്പെടുന്നത്. 2, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. വിശ്വാസം നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും നമ്മെ കുറിച്ച് വിളിച്ചിരിക്കുമ്പോൾ കർത്താവിന് ഉദ്ദേശമുള്ളപ്പോൾ നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പ്രാർത്ഥനയിൽ അതിനെയൊക്കെ എതിരിടുവാൻ നമുക്ക് ഇടയായി തീരണം. നാം പ്രാരംഭത്തിൽ പാട്ട് പാടിയല്ലോ, എതിരികൾ വളരെ സഖികളിൽ അധികം, വഴിയതി ദൂരം, ബഹുവിധ തടസ്സം നമുക്കുണ്ടാകുമ്പോഴും പരിഭ്രമിക്കുകയില്ല, നമ്മോട് കൂടെ പരമോന്നതൻ ഉണ്ടാകും. അതുപോലെ തന്നെ നാം പാട്ട് പാടി, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്ദകൾ സഹിച്ചവരെ തിരുസന്നിധവും ചേർത്ത് തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനാകുവാൻ സമയം സമാഗതമായതുകൊണ്ട് 2, വിശ്വാസത്തിൽ സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് നിലനിൽക്കുന്നവരായി മാറണം. 3, പുരുഷത്വം കാണിക്കണം. ധൈര്യപ്പെടുക എന്നതാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏറി വരുമ്പോൾ ധൈര്യമുള്ളവരായിരിക്കണം എന്ന് ആ ഭാഗം ഓർപ്പിക്കുകയാണ്. എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. 4, ശക്തിപ്പെടുക. പ്രതികൂലങ്ങളെയെല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് ശക്തരായി മാറുവാൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്ന് ഓർപ്പിക്കുകയാണ്. അതിന് മുകളിലോട്ടുള്ള പല ഭാഗങ്ങളിൽ വിട്ടൊഴിയേണ്ടതിനെയൊക്കെ ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണമെന്ന് ഓർപ്പിക്കുകയാണ്. 5-ാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്നത് എല്ലാം സ്നേഹത്തിൽ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. നാം ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്നതുപോലെ ചെയ്യുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ കർത്താവിന് നമ്മെ പ്രതിഫലം ആദരിക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് പരിമിതപ്പെടുത്തി
ാണ് കർത്താവിന്റെ സന്നിധിയിൽ ഉണർവുള്ളവരായിരിക്കാൻ, ഉണർന്നിരിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, പുരുഷത്വം കാണിക്കുവാൻ, ശക്തിപ്പെടുവാൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി പൂർണ്ണമായി നാം ധന്യരായി നിത്യതയ്ക്ക് നാം ഓഹരിക്കാരായി മാറുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നിത്യതയ്ക്ക് ഓഹരിക്കാരാകുവാൻ വേണ്ടി ഒരുങ്ങിയും ഉണർന്നും കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തും കൊണ്ട് ജീവിക്കുവാൻ നമ്മെ ഒരു കർത്താവ് സഹായിക്കട്ടെ. നാം പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ഒരു ബഹുമാനി ദൈവദാസന് ഹൃദയമായി നന്ദി പ്രകാശിപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.